പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2D ഫിഗേഴ്സിനകത്തിലെ 2D മെൻസുറേഷൻ അല്ലെങ്കിൽ ജോമെട്രി എന്ന ടോപ്പിക്കിനകത്തിലെ അടുത്തൊരു രൂപമായ റോംബസ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ മലയാളം സമഭുജ സാമാന്തരികം എന്നാണ്. സമഭുജ സാമാന്തരികം അല്ലെങ്കിൽ റോംബസ്. എന്താണ് സാമാന്തരികമെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ട്. ഒന്ന് റീകളക്ട് നോക്കിയേ. ഇങ്ങനെ ഇരിക്കുന്ന രൂപത്തെയാണ് എന്തെന്ന് വിളിച്ചത്? നമ്മൾ സാമാന്തരികം എന്ന് വിളിച്ചത്. എൻ്റെ പ്രത്യേകത എന്തായിരുന്നു? 4 സൈഡുണ്ട്, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലായിരിക്കും, അതേപോലെ ഈക്വലും ആയിരിക്കും അല്ലേ. 4 ആംഗിൾസ് ഉണ്ടായിരിക്കും. അഡ്ജസൻ്റ് ആംഗിൾസ് 180 ഡിഗ്രി ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. 2 ഡയഗണൽസ് കാണും. ആ ഡയഗണൽസ് കൂട്ടിമുട്ടുന്നത് പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്? ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പരസ്പരം അത് എന്ത് ചെയ്യുന്നുണ്ട്? സമഭാഗം ചെയ്യുന്നുണ്ട് എന്നും പഠിച്ചു. ഓക്കെ ആണോ? ഇവിടെ നോക്കിയേ, ഇതിൻ്റെ 4 വശം ഇത് തന്നെയാണ് റോംബസ് എന്ന് പറയുന്നത്. പക്ഷേ സമഭുജ സാമാന്തരികമാണ് അല്ലേ. ഇവിടെ നമ്മൾ പറഞ്ഞു ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് ഇവിടെ ഈക്വലായിട്ട് വരുന്നത്. പാരലോഗ്രാമിനകത്ത് അല്ലെങ്കിൽ സാമാന്തരികത്തിനകത്തിൽ ഓപ്പോസിറ്റ് സൈഡ്സ് മാത്രമേ ഈക്വലായിട്ട് വരുന്നുള്ളൂ എങ്കിൽ റോംബസിനകത്തിൽ സമഭുജ സാമാന്തരികത്തിനകത്തിൽ 4 സൈഡും ഈക്വൽ ആയിരിക്കും. 4 സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. 4 സൈഡും തുല്യ വശമായ അല്ലെങ്കിൽ 4 സൈഡും വശങ്ങളെല്ലാം തുല്യമായ സാമാന്തരികത്തിനെയാണ് നമ്മൾ സമഭുജ സാമാന്തരികം എന്ന് വിളിക്കുന്നത്. 4 സൈഡും ഈക്വൽ ആയിട്ടുള്ള പാരലോഗ്രാമിനെയാണ് നമ്മൾ റോംബസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? ഇത്രയേ ഉള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. എന്താണ് പറഞ്ഞേക്കുന്നത്? 4 വശവും തുല്യമായ പാരലോഗ്രാമിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റോംബസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതും പാരലോഗ്രാമാണ്. വ്യത്യാസം എന്ത് മാത്രമേ ഉള്ളൂ? ഇതിൻ്റെ 4 വശവും തുല്യമാണ് എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ ആണോ? ഇത് വെച്ചുള്ള കണക്കുകൾ നോക്കാം. ഫസ്റ്റ് മോഡൽ നോക്കിയേ. ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ വികരണങ്ങളുടെ നീളം 20 സെൻറ്റിമീറ്ററും 24 സെൻറ്റിമീറ്ററുമായാൽ വിസ്തീർണം എന്ത്? എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? ഒരു സമഭുജ സാമാന്തരികം അല്ലേ, 4 വശങ്ങളും തുല്യമായ ഒരു സാമാന്തരികത്തിൻ്റെ വികരണം എന്ന് വെച്ചാൽ ഡയഗണൽസ്, 2 ഡയഗണൽസ് തന്നിട്ടുണ്ട്. എത്രയൊക്കെയാ? 20ഉം 24ഉം. ഇത് 24, ഇത് 20. 24ഉം 20ഉം 2 ഡയഗണൽസ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഡയഗണൽസിന് നമുക്ക് ഒന്നാമത്തെ ഡയഗണലിനെ D1 എന്ന് കൊടുക്കാം. D1 എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. രണ്ടാമത്തെ ഡയഗണലിന് നമുക്ക് D2 എന്ന് കൊടുക്കാം. അത് 24 സെൻറ്റിമീറ്റർ ആണ്. 2 ഡയഗണൽ തന്നു. അങ്ങനെയാണെങ്കിൽ വിസ്തീർണം പഠിച്ചു വെച്ചേക്കുക. ഡയഗണൽസ് മാത്രം തന്നു കഴിഞ്ഞാലുള്ള വിസ്തീർണം കാണാനുള്ള, ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് D1 ഇൻറ്റു D2. ഓക്കെ, സമഭുജ സാമാന്തരികത്തിനകത്തിൽ ഡയഗണൽസ് തന്നു കഴിഞ്ഞാൽ വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ ഹാഫ് D1 D2. ഓക്കെ, നോക്കാം. ഹാഫ് ഇൻറ്റു ഇവിടുത്തെ D1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20. D1 എന്ന് വെച്ചാൽ 20, D2 എന്ന് വെച്ചാൽ 24 അല്ലേ. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് ക്യാൻസൽ ചെയ്യുക. 10 ഇൻറ്റു 24 240 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഏരിയ ആയതുകൊണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ 240 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓപ്ഷൻ ഡി. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ വികരണങ്ങളുടെ നീളം 14 സെൻറ്റിമീറ്ററും 16 സെൻറ്റിമീറ്ററും ആയാൽ വിസ്തീർണം. അപ്പോൾ ഒന്നാമത്തെ ഡയഗണൽ തന്നിട്ടുണ്ട് 14 സെൻറ്റിമീറ്റർ. രണ്ടാമത്തെ ഡയഗണൽ തന്നിട്ടുണ്ട് 16 സെൻറ്റിമീറ്റർ. അങ്ങനെ ഡയഗണൽ മാത്രം തരികയാണെങ്കിൽ സമഭുജ സാമാന്തരികത്തിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ പഠിച്ചേക്കുന്നത്? ഹാഫ് D1 ഇൻറ്റു D2. ഇവിടുത്തെ D1 എന്ന് പറയുന്ന ഹാഫ് ഇൻറ്റു D1 14, D2 16 അല്ലേ. 14ഉം 2ഉം കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 7 എന്ന് കിട്ടും. 7 ഇൻറ്റു 16 എത്ര കിട്ടും? നമുക്ക് 112 എന്ന് കിട്ടും. 112. ഓക്കെ ആണോ? ഓപ്ഷൻ ബി. അപ്പോൾ ഒരു സമഭുജ സാമാന്തരികത്തിനകത്തിൽ 2 ഡയഗണൽസ് മാത്രം തന്നു കഴിഞ്ഞാൽ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്തുവാ? ഏരിയ ഈക്വൽ ടു ഹാഫ് D1 D2. ഓക്കെ ആണല്ലോ. അടുത്ത മോഡലിലേക്ക് പോവാം. അടുത്ത മോഡൽ നോക്കിയേ. ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ വികരണങ്ങളുടെ നീളം 8 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററും വീതമായാൽ അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എന്ത്? നമ്മുടെ അടുത്ത് ഏരിയ അല്ല ചോദിച്ചിരിക്കുന്നത്, എന്താണ് ചോദിച്ചിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എന്ത്? ഇതൊരു സമഭുജ സാമാന്തരികമാണെങ്കിൽ ഇതിൻ്റെ 2 ഡയഗണൽസ് നമുക്ക് തന്നു. ഒന്ന് 8 സെൻറ്റിമീറ്ററും മറ്റൊന്ന് 6 സെൻറ്റിമീറ്ററും എന്ന് തന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എന്ത്? ഒരു വശത്തിൻ്റെ നീളം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അങ്ങനെ പഠിച്ചു വെച്ചേക്കുക. അടുത്ത ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ വികരണങ്ങൾ D1 D2 ആയാൽ D1, D2 ആയാൽ ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ വികരണങ്ങൾ D1 D2 ആയാൽ അതിൻ്റെ വശത്തിൻ്റെ നീളം കാണാനുള്ള ഇക്വേഷൻ ഹാഫ് ഇൻറ്റു റൂട്ട് ഓഫ് D1 സ്ക്വയർ പ്ലസ് D2 സ്ക്വയർ. ഹാഫ് ഇൻറ്റു D1 സ്ക്വയർ പ്ലസ് D2 സ്ക്വയർ.
ഓക്കെ ആണോ? ഇത് പഠിച്ചു വെച്ചേക്കുക. ഒരു സമഭുജ സാമാന്ത്രികത്തിൻ്റെ വികർണങ്ങൾ എന്ന് പറയുന്നത് D1 D2 ആയാൽ അതിൻ്റെ വശത്തിൻ്റെ നീളം, അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു √D1² പ്ലസ് D2². ഓക്കെ, ഇക്വേഷൻ ഇതാ ഈ ക്വസ്റ്റ്യൻ അനുസരിച്ചൊന്ന് ചെയ്തു നോക്കിയേ. ഒരു സമഭുജ സാമാന്ത്രികത്തിൻ്റെ നീളം D1 എന്ന് പറയുന്നത് എത്ര കിട്ടി? D1 എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ കിട്ടി. D2 എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ കിട്ടി. അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു √D1² പ്ലസ് D2² അല്ലേ? ഹാഫ് ഇൻറ്റു √D1² എന്ന് വെച്ചാൽ D1 എന്ന് വെച്ചാൽ 8 ആണ്. അങ്ങനെയാണെങ്കിൽ 8ൻ്റെ സ്ക്വയർ പ്ലസ് 6ൻ്റെ സ്ക്വയർ അല്ലേ? ഹാഫ് ഇൻറ്റു √8ൻ്റെ സ്ക്വയർ 64 പ്ലസ് 6ൻ്റെ സ്ക്വയർ 36 അല്ലേ? ഹാഫ് ഇൻറ്റു √100 എന്ന് കിട്ടും അല്ലേ? 64 36 കൂടെ കൂട്ടുമ്പോൾ 100 എന്ന് കിട്ടും. ഈക്വൽ ടു ഹാഫ് ഇൻറ്റു √100 എന്ന് വെച്ചാൽ 10 അല്ലേ? ഹാഫും 10ഉം കൂടെ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടും? 5 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ 5 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ വശം. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ ആണോ? ഇക്വേഷൻ വെച്ച് അടുത്ത കണക്കൊന്ന് ചെയ്ത് നോക്കിയേ. ഒരു സമഭുജ സാമാന്ത്രികത്തിൻ്റെ വികർണങ്ങളുടെ നീളം 24ഉം 10ഉം ആയാൽ, അപ്പം D1 തന്നു 24, D2 തന്നു 10ഉമായാൽ അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം കാണാനുള്ള ഇക്വേഷൻ എന്തുവാ? ഹാഫ് ഇൻറ്റു √D1² പ്ലസ് D2² അല്ലേ? ഹാഫ് ഇൻറ്റു √D1 എന്ന് വെച്ചാൽ 24, അതുകൊണ്ട് 24ൻ്റെ സ്ക്വയർ പ്ലസ് 10ൻ്റെ സ്ക്വയർ. D2 എന്ന് വെച്ചാൽ 10. ആൻസർ എത്ര കിട്ടും? ഹാഫ് ഇൻറ്റു √24ൻ്റെ സ്ക്വയർ 576 പ്ലസ് 10ൻ്റെ സ്ക്വയർ 100. ഹാഫ് ഇൻറ്റു √576 പ്ലസ് 100 676. 676ൻ്റെ റൂട്ട് എത്ര? 26. ഹാഫ് ഇൻറ്റു 26, 26ഉം 2ഉം കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എത്ര കിട്ടും? 13 എന്ന് കിട്ടും. എത്ര എന്ന് കിട്ടും? 13. നമ്മുടെ ഒരു വശം എന്ന് പറയുന്നത് എത്ര കിട്ടി? 13 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ ആണോ? അപ്പോൾ 2 ഇക്വേഷനാണ് 2 മോഡലിലായിട്ട് പഠിച്ചത്. ഒന്നെന്തായിരുന്നു? 2 ഡയഗണൽസ് വന്നു കഴിഞ്ഞാൽ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് D1 D2 ആണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞേക്കുന്നത്? 2 ഡയഗണൽസ് വന്നിട്ട് നമ്മളോട് വശമാണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഹാഫ് ഇൻറ്റു √D1² പ്ലസ് D2² ചെയ്യണം. ഓക്കെ ആണോ? അടുത്ത മോഡൽ നോക്കി. ഒരു സമഭുജ സാമാന്ത്രികത്തിൻ്റെ വശം 9 ആയാൽ ചുറ്റളവെന്ത്? 9 ആയാൽ ചുറ്റളവെന്ത്? ഇങ്ങോട്ട് നോക്കിയേ. ഇതാണ് സമഭുജ സാമാന്ത്രികം അല്ലേ? എന്താ പ്രത്യേകത? എല്ലാ സൈഡും തുല്യമാണ്. അപ്പോൾ ഇവിടെ 9 സെൻറ്റിമീറ്റർ ആയാൽ ഇവിടെയും 9, ഇവിടെ 9, ഇവിടെ 9 അല്ലേ? ചുറ്റളവാണ്, ചുറ്റുമുള്ള അളവാണ് അല്ലേ? അപ്പോൾ ചുറ്റളവ് കാണാൻ എന്ത് ചെയ്യണം? ചുറ്റളവ് ഈക്വൽ ടു ചുറ്റുമുള്ള അളവ് കാണണം. 9 പ്ലസ് 9 പ്ലസ് 9 പ്ലസ് 9 എളുപ്പത്തിന് നമുക്ക് പറയാം 4 ഇൻറ്റു 9 9 36. ഓക്കെ ആണോ? പഠിച്ചു വെച്ചേക്കോ ഒരു ഇക്വേഷൻ. സമഭുജ സാമാന്ത്രികത്തിൻ്റെ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ 4a എന്ന് വെച്ചാൽ a എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വശം, 4 ഇൻറ്റു ഒരു വശം ചെയ്താൽ മതി. ഓക്കെ, സമഭുജ സാമാന്ത്രികത്തിൻ്റെ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഒരു സമഭുജ സാമാന്ത്രികത്തിൻ്റെ വശം 20 ആയാൽ 20 സെൻറ്റിമീറ്റർ ആയാൽ ചുറ്റളവ് എന്ന് പറയുന്നത് 4a ആണ്. ദെൻ 4 ഇൻറ്റു 20, a എന്ന് പറയുന്ന ഒരു സൈഡ് 20 ആണ്. നമുക്ക് ആൻസർ 80 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓപ്ഷൻ ഡി. ഓക്കെ ആണോ? അടുത്ത മോഡൽ നോക്കിയേ. മോഡൽ 31 നോക്കിയേ. ഒരു സമഭുജ സാമാന്ത്രികത്തിൻ്റെ വശം 13 സെൻറ്റിമീറ്ററും ഒരു വികർണം 10 സെൻറ്റിമീറ്ററും ആയാൽ രണ്ടാമത്തെ വികർണത്തിൻ്റെ നീളം എന്ത്? നമ്മൾ കുറച്ച് മുമ്പ് കഴിഞ്ഞ മോഡലിൽ നമ്മൾ പഠിച്ച എന്താ? 2 വികർണങ്ങൾ തന്നു കഴിഞ്ഞാൽ ഒരു സൈഡ് കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ പഠിച്ചത്. ഇവിടെയോ ഒരു സൈഡും ഒരു വികർണവും തന്നു കഴിഞ്ഞാൽ അടുത്തൊരു വികർണം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? അടുത്ത വികർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 2 ഇൻറ്റു √a² മൈനസ് d/2 ദി ഹോൾ സ്ക്വയർ. ഇക്വേഷൻ മനസ്സിലായോ? 2 ഇൻറ്റു √a² മൈനസ് d/2 ദി ഹോൾ സ്ക്വയർ. ഇക്വേഷൻ ഇട്ട് നോക്കിയേ. ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. ഒരു സൈഡും ഒരു വികർണവും തന്നു കഴിഞ്ഞാൽ മറ്റൊരു വികർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ മറ്റൊരു ഡയഗണൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. 2 ഇൻറ്റു a എന്ന് പറയുന്നത് എത്രയാണ്? 13 അല്ലേ? 13ൻ്റെ സ്ക്വയർ മൈനസ് d എന്ന് പറയുന്ന 10 ആണ്. 10/2 ദി ഹോൾ സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു
13ൻ്റെ സ്ക്വയർ 169 മൈനസ് 10/2 എന്ന് പറയുന്ന 5, 5ൻ്റെ സ്ക്വയർ 25. ഓക്കെ ആണോ? അപ്പോൾ 2 × √169 നിന്ന് 25 പോയാൽ 144 ഈക്വൽ ടു 2 × √144 എന്ന് വെച്ചാൽ 12. ആൻസർ നമുക്ക് എത്ര കിട്ടും? 24 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ ആണോ പറഞ്ഞത്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമഭുജ സാമാന്ത്രികത്തിൻ്റെ വശം 17 സെൻറ്റിമീറ്ററും ഒരു വികർണം 30 സെൻറ്റിമീറ്ററുമായ രണ്ടാമത്തെ വികരണത്തിൻ്റെ നീളം എന്ത്? ഇക്വേഷൻ എന്താ? 2 × √a² മൈനസ് d/2 ദി ഹോൾ സ്ക്വയർ, d/2 ദി ഹോൾ സ്ക്വയർ. എന്താ? 2 × √a എന്ന് പറയുന്ന എത്ര? വശം എന്ന് പറയുന്ന 17ൻ്റെ സ്ക്വയർ മൈനസ് d എന്ന് പറയുന്ന 30 ആണ് അല്ലേ? 30/2 15, 15ൻ്റെ സ്ക്വയർ ഈക്വൽ ടു 2 × √17ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 289 ആണ് മൈനസ് 15ൻ്റെ സ്ക്വയർ 225 ഈക്വൽ ടു 2 × √64. 259 നിന്ന് 225 പോയാൽ ബാക്കി 64. 2 × √64 എന്ന് വെച്ച് കഴിഞ്ഞാൽ 8. 2 × 8 16 എന്ന ആൻസർ കിട്ടി. 16 സെൻറ്റിമീറ്റർ. ഓക്കെ ആണോ? മനസ്സിലായോ? ഇക്വേഷനകത്തിലോട്ട് വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. ഇക്വേഷൻ പഠിച്ചിരിക്കുക. ഓക്കെ, അടുത്ത മോഡൽ നോക്കി. ഒരു സമഭുജ സാമാന്ത്രികത്തിൻ്റെ ഒരു വശം 13ഉം ഒരു വികർണം 10ഉമായാൽ വിസ്തീർണം എത്രയാണ്? ഒരു വശവും ഒരു വികർണവും തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഒരു വികർണവും ഒരു വശവും തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? d1 ഏരിയ d1 × √a² മൈനസ് d1/2 ദി ഹോൾ സ്ക്വയർ, d1/2 ദി ഹോൾ സ്ക്വയർ. ഓക്കെ, കഴിഞ്ഞ ഇക്വേഷനുമായിട്ട് സാമ്യമില്ലേ? കഴിഞ്ഞ ഇക്വേഷന് d1ൻ്റെ അവിടെ എന്ത് വന്നു? 2 വന്നു. ഇവിടെ ഏരിയ ആണ് കണ്ടുപിടിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്തു? ആ 2ന് പകരം ആര് വന്നു? d1 വന്നു. ഇക്വേഷൻസ് ഒക്കെ ഏകദേശം സെയിം ആണ്. എന്തുമാത്രം? ഒരു ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു തിരുത്തലുകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ഏരിയ ചോദിക്കുന്നു. d1 ഏരിയ ഈക്വൽ ടു പഠിച്ചിരിക്കുക. ഏരിയ ഈക്വൽ ടു d1 × √a² മൈനസ് d1/2 ദി ഹോൾ സ്ക്വയർ, d1/2 ദി ഹോൾ സ്ക്വയർ. ഓക്കെ, ഒരു സൈഡും ഒരു വികരണവും തന്നാലുള്ള ഇക്വേഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇക്വേഷനകത്തിലോട്ട് ആ വാല്യൂ എന്നിട്ട് നോക്കിയേ. d1 എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? നമുക്ക് വികരണം 10 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ d1 10 × √a². a എന്ന് പറയുന്നത് ഒരു വശം 13 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. 13ൻ്റെ സ്ക്വയർ മൈനസ് d1 എന്ന് പറയുന്നത് എത്രയാണ്? d1 10 ആണ്. 10/2 5, 5ൻ്റെ സ്ക്വയർ ഈക്വൽ ടു 10 × √13ൻ്റെ സ്ക്വയർ എത്രയാണ്? 13ൻ്റെ സ്ക്വയർ 169. 13ൻ്റെ സ്ക്വയർ 169 മൈനസ് 5ൻ്റെ സ്ക്വയർ 25 ഈക്വൽ ടു 10 × √169 നിന്നും 25 പോയി കഴിഞ്ഞാൽ 144. 144 √144 എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ്. അപ്പോൾ 10 × 12 ഈക്വൽ ടു 120 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ ആണോ? പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ എല്ലാ മോഡലിനകത്തിലും നമ്മൾ ഇക്വേഷൻ പറയുന്നുണ്ട്. ആ ഇക്വേഷൻ പഠിക്കുക. പഠിച്ചതിന് ശേഷം അതിനകത്തിലേക്ക് ആ വാല്യൂസ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ ഒരു മോഡലിനകത്തിലെ അവസാന ക്വസ്റ്റ്യൻ. ഒരു സമഭുജ സാമാന്ത്രികത്തിൻ്റെ ഒരു വശം 10 സെൻറ്റിമീറ്റർ, ഒരു വശം തന്നിട്ടുണ്ട് 10 സെൻറ്റിമീറ്റർ, ഒരു വികരണം 12 സെൻറ്റിമീറ്റർ, d1 തന്നിട്ടുണ്ട് 12 സെൻറ്റിമീറ്റർ. വിസ്തീർണം എത്ര? എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തുവാ? d1 × √a² മൈനസ് d1/2 ദി ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ? d1 എന്ന് വെച്ചാൽ എത്രയാണ്? 12. 12 × √a² എന്ന് വെച്ചാൽ 10ൻ്റെ സ്ക്വയർ മൈനസ് d1/2. d1 എന്ന് പറയുന്നത് 12 ആണ്. 12/2 എത്രയാ? 6. 12/2 6, 6ൻ്റെ സ്ക്വയർ അല്ലേ? അപ്പം 12 √10ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 100 ആണ്. 6ൻ്റെ സ്ക്വയർ 36. ദെൻ 12 √64. 12 × √64. 12 × √64ൻ്റെ വാല്യൂ 8. 12 × 8 96 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ ആണോ? അപ്പം നമ്മൾ സമഭുജ സാമാന്ത്രികത്തിൻ്റെ അല്ലെങ്കിൽ റോംബസിനെ പറ്റിയുള്ള എല്ലാ മോഡൽസും നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാ മോഡലിലും ഓരോ ഇക്വേഷൻസ് ഉണ്ട്. പഠിച്ചിരിക്കുക. ഓക്കെ ആണോ? അപ്പോൾ ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വരുന്നവരെ ബൈ.